നമ്മൾ ഇന്നലെ ലാസ്റ്റ് മാത്തേയിലെ മാങ്ങ പൊട്ടിച്ച് അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അച്ചാറുണ്ടാക്കാൻ. അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം. കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കരുത്, അതുപോലെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടോ, നല്ല ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ നമുക്കിതിനുള്ള മുളകും കടുകൊക്കെ റെഡിയാക്കാം. ചട്ടി ചൂടായി നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് വറുത്തെടുക്കാനാണ്, പൊടിക്കാൻ. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ട് ചൂടാക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. ലൈറ്റായിട്ട് കളർ മാറുമ്പോൾ ഓഫ് ചെയ്യാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് നല്ലെണ്ണ ചൂടാക്കി എടുക്കാം. ഒന്ന് തിളയ്ക്കണം. തിളച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിനി ഉലുവയും കടുകും കൂടെ വറുത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇടികല്ല് വെച്ചാണ് പൊടിക്കുന്നത്. നമുക്കിതിലോട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത്, രണ്ടും കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ്. മുളക് പൊടി ചൂടാക്കി ഇട്ട് കൊടുത്തു, കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ കായപ്പൊടി. എണ്ണ നമ്മൾ ചൂടാക്കി തണുപ്പിച്ച് വെച്ചിരിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ചാറ് ഇതുണ്ടോ, ഉപ്പിട്ട് വെച്ചപ്പം ആവശ്യത്തിന് അതിന് ചാറ് വന്നിട്ടുണ്ടോ, വെള്ളം കണ്ടോ. ആ വെള്ളം നല്ല ചാറായിട്ട് നമുക്ക് ഉപയോഗിക്കാവേ. നന്നായിട്ട് ഇളക്കി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഭരണി കഴുകി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിനകത്തോട്ട് കുറച്ച് കോരി അച്ചാർ നമ്മൾ എപ്പോഴും കോരി നിറയ്ക്കുമ്പം ഇങ്ങനെ ഞെക്കി കൊടുക്കണേ. പക്ഷേ ഇടയ്ക്ക് ഉപ്പിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ട്, നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി നമുക്ക് അടച്ചു വെക്കാം.